ഹലോ ഗായ്സ്, എല്ലാവർക്കും സൂരജ് ഹെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ് ഹെയർ ടിപ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂരജ് ഹെയർ ടിപ്സ്. അപ്പോൾ നമ്മുടെ ഫുൾ ബോഡി കെയർ ചലഞ്ച് തുടങ്ങിയിട്ട് ഇന്ന് ഡേ 8 ആണ്. അപ്പോൾ അതിൻ്റെ ടിപ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെക്കാലത്ത് വെച്ച് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്ത്. അതിനുശേഷം അതിൻ്റെ തൊട്ടപ്പുറം കാണുന്ന ഒരു ബെൽ ബട്ടണും കൂടെ അമർത്തി അതിൽ നിന്ന് ഓളുന്ന ഒരു ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഡേ 8 ആണ്. അപ്പം നമ്മൾ ഒരുപാട് ദിവസമായി നമ്മളൊരു ഹെയർ പാക്ക് തലയിൽ അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഹെയർ പാക്കിൻ്റെ പ്രിപ്പറേഷൻ ആണ് ആദ്യമുള്ളത്. അപ്പോൾ ഇന്ന് മറ്റ് ടിപ്സുകളൊന്നുമില്ല. ഇന്ന് ഹെയർ പാക്കും അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഒരു വീഡിയോ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഇപ്പോൾ ചിലരുടെയൊക്കെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നരയൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ടെൻഷനൊക്കെ അടിക്കുന്നത് മൂലം നര വരുന്നതുണ്ട്. അപ്പോൾ എനിക്കും അതുപോലത്തെ ചെറിയ ചെറിയ നരകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഞാൻ ചെയ്തൊരു ടിപ്പും അതുപോലെ തന്നെ മുടി വളരാനും മുടി നല്ലൊന്ന് സ്മൂത്ത് ആകാനായിട്ടുള്ള ഒരു ടിപ്സ് അല്ലെങ്കിൽ അതിനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകേണ്ട അതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴുത്ത പഴമാണ്, അതായത് ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് നീലയമരിയാണ്. നീലയമരിയുടെ പൊടിയാണ് വേണ്ടത്. ഇതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്ന നീലയമരിയുടെ പൊടി. ഇത് നമുക്ക് അങ്ങാടിക്കടകളിൽ അല്ലെങ്കിൽ ആയുർവേദ ഷോപ്പുകളിലൊക്കെ കിട്ടും. അല്ലെങ്കിൽ ചിലപ്പം ചില ലേഡീസ് സ്റ്റോറിലൊക്കെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്, കിട്ടുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നീലയമരി പൊടിയുടെ ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ഇവിടെ നമ്മൾ ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ കാപ്പിപ്പൊടിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു 2 സ്പൂൺ കാപ്പിപ്പൊടി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യണം. അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മളിങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഇത് വെറുതെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് നമ്മുടെ നീലയമരി പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഏകദേശം ഒരു 1.5 സ്പൂൺ 2 സ്പൂണൊക്കെ മതിയാകും. ഇപ്പോൾ ഏകദേശം ഒരു 2 സ്പൂണായിട്ടുണ്ട്. ഇത്രയും മതിയാകും. എന്നിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തലയിൽ ഇത് അപ്ലൈ ചെയ്യാം. ഗൈസ്, നമ്മുടെ ഹെയർ പാക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പച്ച കളറാണ്. ഇത് കാണുമ്പോൾ ചാണകത്തിൻ്റെ ഒക്കെ കളറുണ്ടെങ്കിലും ഇതിന് ഗുണം അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തലയിൽ നന്നായിട്ട് എണ്ണ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തലയിൽ എണ്ണയൊക്കെ വെച്ച് നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി തലയിലോട്ട് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ഒട്ടും വയ്ക്കേണ്ട, നമുക്ക് തലയിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗായ്സ്, നമുക്കിത് നമ്മുടെ താടിയിലും കൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ചിലർക്ക് താടി ചെമ്പിച്ച് വരുന്ന ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറാനായിട്ടൊക്കെ അടിപൊളിയാണ് ഈ ഒരു ഹെയർ പാക്കും. അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ.